ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കട്ട് ചെയ്യുന്ന ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിലെ ഒന്ന് കട്ട് ചെയ്യാൻ. നമ്മൾ ഈ കടയിലൊക്കെ ചിക്കൻ കട്ട് ചെയ്യുന്നത് എത്ര സിമ്പിളായിട്ടാണല്ലേ. ഇവിടെ കൊടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ഇത്രയും ഡിഫിക്കൽട്ടാണ് മനസ്സിലായത്. 10-20 മിനിറ്റ് കഷ്ടപ്പെട്ടാലും ഞാൻ സാധനം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം കേട്ടോ. നമ്മളിവിടെ വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില ഇത് 3 ആണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജീരകപ്പൊടി ഇത്ര മാത്രമേ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കണുള്ളൂ കേട്ടോ. അല്ലാതെ ഓവർ മസാല ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി പോകും കേട്ടോ. നമ്മൾ ഈ പ്രവാസികൾക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡിഷസ് മാത്രമായിട്ടോ നമ്മൾ ഈ ചാനൽ കൂടെ കൊണ്ടുവരുന്നുള്ളൂ. ഇതിൽ കോക്കനട്ട് ഓയിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ പറയാൻ വേണ്ടി മറന്നുപോയി. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ അതിൽ എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ല തേച്ച് പിടിപ്പിച്ചെടുക്കണം. എല്ലാ വട്ടങ്ങളും നിങ്ങളതായിട്ടുള്ള രീതിയിലല്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കൽ. ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, ഒരു തവണ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുള്ളൂ. അത് എൻ്റെ ഉറപ്പാണ്. ഇത് ഉണ്ടാക്കി പരീക്ഷ വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ മുമ്പിലേക്ക് റെസിപ്പി കൊണ്ടുവരുന്നുള്ളൂ. എന്നിട്ടൊരു 10-15 മിനിറ്റ് ആ ചിക്കനിലെ മസാലയൊക്കെ നല്ല പിടിച്ച് സെറ്റ് ആവണ വരെ മാറ്റി വെക്കാം. ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജല്ല റെഫ്രിജറേറ്ററാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വരും കേട്ടോ. പക്ഷേ നമ്മളിതിന് ഫ്രിഡ്ജ് എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. പാനിൽ എണ്ണ ചൂടായതിനു ശേഷം ഓരോ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് മറച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒരേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ ഇങ്ങനെ വരും. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം രീതിയിലേ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉള്ളി, നാരങ്ങയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നാരങ്ങയൊക്കെ സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ കേട്ടോ.